അക്കാഡമിയുടെ ഓരോ പ്രവർത്തന ഘട്ടത്തിലും അനുസ്മരിക്കേണ്ട നിരവധി ആളുകളുണ്ട്. ഇന്ന് പെരിന്തൽമണ്ണ ഒരുപക്ഷെ MLA എന്ന നിലയിൽ ചാനൽ റേറ്റിംഗുകൾ നടന്നപ്പോൾ, ചാനലുകൾ അഭിപ്രായ വോട്ടെടുപ്പ് നടന്നപ്പോൾ അതിലേറ്റവും ഉയർന്ന നിലയിലേക്ക് എന്നെ ഉയർത്തിയവർ, അതിൻ്റെ കൈകൾ KMCCയുടെ കൈകളാണ്. ഓരോ പ്രൊജക്റ്റുകൾക്ക് പിറകിലും ആശയങ്ങൾ നൽകിയവർ അവരാണ്, പണം നൽകാൻ സഹായിച്ചവർ അവരാണ്, പിന്തുണ നൽകിയതവർ. ഞാൻ നിങ്ങൾക്ക് എന്താണ് തിരിച്ചു തരുന്നത് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ പ്രവർത്തിച്ചത് മുഴുവനും അവിടെ നിൽക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ ഉറക്കമൊഴിച്ചത് മുഴുവനും ഈ കുട്ടികൾക്ക് വേണ്ടിയാണ്. ഒരുപക്ഷെ നാളെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യത്തിൻ്റെ വാതിലടഞ്ഞാൽ പോലും ഈ കുട്ടികൾക്ക് അന്തസ്സോടെ ഉയർന്നു നിൽക്കാൻ, അവരുടെ കാലി മണ്ണിൽ ഉറപ്പിച്ചു നിർത്താനാണ് ഞാൻ 5 കൊല്ലം കഠിനാധ്വാനം ചെയ്തതെന്ന് എനിക്ക് പറയാൻ കഴിയും. നമ്മൾ അത്ഭുതമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി തുടരുന്ന ഒരു മഹാത്ഭുതം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നമ്മളുടെ കുട്ടികൾക്ക് US-ൽ പോകാതെ, UK-ൽ പോകാതെ, ജർമ്മനിയിൽ പോകാതെ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകാതെ പെരിന്തൽമണ്ണയിൽ നിന്നുകൊണ്ട് യൂറോയിലും പൗണ്ടിലും ഡോളറിലും അവർ ശമ്പളം വാങ്ങുന്ന ഒരു ദിവസം ഉണ്ടാക്കണമെന്നത് എൻ്റെ സ്വപ്നമാണ്. അതിന് നമ്മൾ അടുത്ത ഏറ്റവും വലിയ വാഗ്ദാനമായി നമ്മൾ മുന്നോട്ട് വെച്ചത് ഒരു IT പാർക്ക് പെരിന്തൽമണ്ണയിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. അത് ഈ കുട്ടികൾക്ക് വേണ്ടിയാണ്. നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയുന്നു. ഇവിടെ എത്തിച്ചേർന്ന KMCC നേതാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ വേരുകൾ ആഴ്ന്നു നിൽക്കുന്ന മണ്ണാണ് പെരിന്തൽമണ്ണ എന്ന് എനിക്ക് പറയാതിരിക്കാനാവില്ല. നിങ്ങളുടെ എല്ലാവരുടെയും വേരുകൾ ഈ മണ്ണിലുണ്ട്. ഇവിടെ മുളച്ചു പൊന്തിയതെല്ലാം നിങ്ങളുണ്ടാക്കിയതാണ്. അതിൻ്റെ വിളവെടുപ്പാണ് 4 ദിവസം നടക്കാൻ പോകുന്നത്. നിങ്ങൾ തിരിച്ച് ബൂത്തിലേക്ക് പോകണം. മറ്റെവിടെയും നമ്മൾ വേണ്ട. ഇന്നത്തെ ഈ ആഘോഷരാവ് 3 ദിവസത്തെ ബൂത്തിലെ ജോലിക്കും 1 ദിവസത്തെ നമ്മളുടെ തെരഞ്ഞെടുപ്പ് ജോലിക്കും വേണ്ടിയുള്ള ഇന്ധനമാണ്. നമുക്കെല്ലാവർക്കും ബൂത്ത്, ബാക്ക് ടു ബൂത്ത് എന്നാണ് KMCC തന്നെ അല്ലേ അതിന് പറഞ്ഞത്. സത്താർ അതിന് പേരിട്ടതാണ്, ബാക്ക് ടു ബൂത്ത്. നമ്മളുടെ ബൂത്തുകളിലാണ് വോട്ട്. 38 വോട്ടിന് ജയിച്ച ആളാണ് ഞാൻ. ഒരു വോട്ട് അതുകൊണ്ട് ഒരു വോട്ട് പോലും പ്രധാനമാണ്. തെരഞ്ഞെടുപ്പിൽ വളരെ വളരെ പ്രധാനമാണ്. നമ്മൾ എളുപ്പം ജയിച്ചു പോകുമെന്നോ, നമ്മൾ പെട്ടെന്ന് ജയിച്ചു തീരുമെന്നോ, ജയിച്ചു കളയുമെന്നോ ആരും വിചാരിക്കരുത്. ഒരു വോട്ട് പ്രധാനമാണ് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം മാത്രം ഞാൻ പറയുകയാണ്. ഈ ബൂത്ത് നിൽക്കുന്നത് 59-ാം ബൂത്താണ് അല്ലേ? ഫാസിലെ 59-ാം ബൂത്തല്ലേ? ഞാൻ പ്രത്യേകിച്ച് എല്ലാ കൗൺസിലർമാരും നന്നായി വർക്ക് ചെയ്യുന്നവരാണ്, ഇടതടവില്ലാതെ വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ ഈ ബൂത്ത് റജീന സലീമിൻ്റെ ബൂത്താണ് അല്ലേ? അപ്പോൾ റജീനയുടെ പ്രവർത്തനം ഈ ബൂത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നത് ഈ ബൂത്ത് നിങ്ങളുടേതായതുകൊണ്ട് പ്രത്യേകം പറയും. ബാക്കി എല്ലാ കൗൺസിലർമാരെയും എനിക്കറിയാം, നിങ്ങൾ ആരും വിശ്രമിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നു, ഇവരൊക്കെ ജയിക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അതെന്താണ്? മെയ് 4-ാം തീയതി നമ്മളുടെ വോട്ടെണ്ണി കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചുള്ളൂ, 100-ലേറെ സീറ്റുമായി UDF അധികാരത്തിൽ വരിക തന്നെ ചെയ്യും. അന്ന് നമ്മളുടെ ഈ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർക്കും നമ്മളുടെ വാർഡ് മെമ്പർമാർക്കും കൈനിറയെ സമ്മാനങ്ങൾ നൽകാനുള്ളതാണ് അടുത്ത 5 കൊല്ലം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇവിടെ എത്തിയത് എന്ന് എനിക്കറിയാം. ഓരോരുത്തരും എത്ര വലിയ തുകയുടെ ടിക്കറ്റ് എടുത്താണ് ഇവിടെ എത്തിയതെന്നറിയാം. നിങ്ങളുടെ
നെഞ്ചിനുള്ളിൽ കത്തുന്ന ഒരു മുസ്ലിം ലീഗ് ഞങ്ങളൊക്കെ പ്രചോദിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ നെഞ്ചിനുള്ളിലുള്ള മുസ്ലിം ലീഗിനോടുള്ള സ്നേഹം ഞങ്ങളൊക്കെ പ്രചോദിപ്പിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങളെയൊക്കെ മുന്നോട്ട് നയിക്കുന്ന ഊർജം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ തെരഞ്ഞെടുപ്പ് ആഘോഷമാക്കി നമുക്ക് ജയിക്കണം, നമുക്ക് മുന്നോട്ട് പോകണം. നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. താങ്ക് യു വെരി മച്ച്. കുടുംബാംഗങ്ങളെ 9-ാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് സംഘടിപ്പിച്ചുള്ള കുടുംബ സംഗമത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുമ്പോട്ട് നമ്മുടെ പ്രിയങ്കരനായ MLA-യുടെ വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ കാഴ്ചപ്പാടും പറഞ്ഞു. കഴിഞ്ഞ തവണ നമ്മൾ വിദ്യാഭ്യാസ രംഗത്തായിരുന്നു നമ്മൾ ശ്രമിക്കുമെങ്കിൽ ഇത്തവണ നമ്മൾ പ്രാദേശിക സാമ്പത്തിക വികസനത്തിലാണ് നമ്മുടെ MLA ഊന്നൽ കൊടുക്കുന്നത്. ലോക്കൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ള ശീർഷകത്തിലാണ് നമ്മുടെ ക്യാമ്പയിനും അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചപ്പാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തെ നിങ്ങൾക്കറിയാം, നിരന്തരമായി കഴിഞ്ഞ 50 വർഷമായി രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന ഒരു പ്രദേശമാണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ 5000 വോട്ട് 50 വർഷമായിട്ടും ഇടതുപക്ഷത്തിന് മറികടക്കാൻ സാധിക്കാത്ത ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു പെരിന്തൽമണ്ണ നിയോജക മണ്ഡലമാണ് നമ്മുടെ നിയോജക മണ്ഡലം. നമ്മുടെ ഈ നിയോജക മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിൽ 9579 വോട്ടിന് വിജയിച്ചു. പിന്നീട് അത് 579 ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് 38 വോട്ടിലേക്ക് ചുരുങ്ങിയെങ്കിലും ഇടതുപക്ഷത്തിന് ഇടം കൊടുക്കാതെ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത്തവണയും നമ്മൾ ആ ചരിത്രം ആവർത്തിക്കും. 2010 ആവർത്തിക്കും. 2010 പെരിന്തൽമണ്ണയിലെ പുതിയ നിയോജക മണ്ഡലത്തിലെ ഏറെക്കുറെ എല്ലാ ലോക്കൽ ബോഡികളും നമ്മുടെ കയ്യിൽ വന്നു. അന്ന് മുനിസിപ്പാലിറ്റി ഒപ്പത്തിനൊപ്പമായിരുന്നു. അന്ന് കേരള സംസ്ഥാനത്തെ ഭരണം നമുക്ക് കിട്ടി. ഗ്രാമസഭ മുതൽ ലോക്സഭ വരെ പ്രതിപക്ഷത്തായിരുന്ന നമ്മുടെ ജനാധിപത്യ മുന്നണി കേരളത്തിലെ നമ്മുടെ പെരിന്തൽമണ്ണയിലെ ഏറെക്കുറെ എല്ലാ ലോക്കൽ ബോഡികളിലും നമ്മൾ അധികാരത്തിലാണ്. ഇനി നമുക്ക് സംസ്ഥാനത്തിൽ അധികാരത്തിൽ തിരിച്ചു വരേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് കേന്ദ്രത്തിൽ നമ്മൾ അധികാരത്തിൽ തിരിച്ചു വരും. അതുവരെ ഈ പോരാട്ടം തുടരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഏതാനും സമയങ്ങൾക്കകം ഈ വേദിയിലേക്ക് എത്തിച്ചേരുക ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച ആ വലിയ പ്രതീക്ഷയ്ക്ക് കേരളത്തിന്റെ സംരക്ഷണ മുമ്പാകെ ഒരു മനുഷ്യനെ സമർപ്പിച്ചിരിക്കുന്നു. സ്വപ്നം ഉറക്കത്തിൽ കാണേണ്ടതല്ല, സ്വപ്നം ഉണർന്നിരിക്കുമ്പോൾ കാണേണ്ടതാണ് എന്ന് പ്രവർത്തിച്ച് കേരളത്തിന്റെ ജനത്തെ ഒന്നടങ്കം കയ്യിലെടുത്ത ആ മനുഷ്യന്റെ പേരാണ് നജീബ് കാന്തപുരം എന്നുള്ളത്. അദ്ദേഹത്തെ ജനപ്രതിനിധിയായി ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പെരിന്തൽമണ്ണക്കാരായ നമ്മുടെയൊക്കെ ഭാഗ്യം. ആ സ്വപ്നങ്ങളെ, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ, ചിന്തകളെ പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കുക. ഇവിടെ വന്നവരും വരാനിരിക്കുന്നവരും നമുക്കറിയുന്നവരോടൊക്കെ പെരിന്തൽമണ്ണയുടെ നായകന് ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം നല്ല നന്മയുള്ള കേരളത്തിന്റെ സ്വപ്നമാണ്. പെരിന്തൽമണ്ണയെ കേരളത്തിന്റെ നെറുകയിൽ നിർത്തുന്ന, പെരുമയിൽ നിർത്തുന്ന ആ സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഒരു ഒട്ടുകൂടിയാണ്. പ്രവാസികൾ പ്രയാസത്തിലാണ്. പ്രവാസികൾ പ്രയാസത്തിലായ ലോകം മുഴുവൻ പ്രശ്നങ്ങളുണ്ടാവും, അത് സങ്കീർണമാവും എന്നറിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നാടിൻ്റെ മതേതരത്വവും ജനാധിപത്യവും പൈതൃകവും പാരമ്പര്യവും ഒക്കെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന മതേതര ശക്തി ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ അധികാരത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങൾക്ക്, കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇവിടെ തന്നെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മോട് സംവദിക്കുകയാണ്. അദ്ദേഹം കൊണ്ടുവന്ന അത്ഭുതങ്ങളുണ്ട്. സർക്കാരുകളുടെ സഹായമില്ലാതെ തന്നെ കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ എന്നല്ല, ഒരു മാതൃകയും ഇല്ലാത്ത രീതിയിൽ മറ്റൊരു മാതൃകയും ഇല്ലാത്തതിനു വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്.
എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ വലിയ ഒരു ഒഴുക്ക് യുദ്ധത്തിൻ്റെ ടെൻഷൻ നിലനിൽക്കുന്നത് കാരണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള മറ്റൊരാശ്വാസം, അവധിക്കാലമായതുകൊണ്ട് പല കുടുംബങ്ങളും ഒന്നടങ്കം ഗൾഫിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഈ വാർ ടെൻഷൻ കാരണം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ 90% മീതെ വോട്ടും ഇപ്പോൾ ലൈവായി നമ്മുടെ നാട്ടിലുണ്ട്. പ്രവാസി സഹോദരങ്ങൾ, ഗ്ലോബൽ KMCCയുടെ സംഘാടകർ അവരവരെ കൊണ്ട് കഴിയാവുന്ന ഓരോ വോട്ടും സ്വാധീനിച്ച് നമ്മുടെ ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, നമ്മുടെ സ്നേഹജനങ്ങൾ, ഇഷ്ടക്കാർ എല്ലാവരിലേക്കും ഈ മെസ്സേജ് എത്തിച്ച് കഴിയാവുന്ന തരത്തിലെല്ലാം വോട്ടുകൾ സ്വാധീനിക്കാൻ അവശേഷിക്കുന്ന 3-4 ദിവസം നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയക്കാളേറെ വലിയ ആവേശമാണ് പല ഗൾഫ് രാജ്യങ്ങളിലും അലതല്ലിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും ഇങ്ങോട്ട് നാട്ടിൽ വരാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസമുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിൽ ഉള്ളതിനേക്കാളേറെ ആവേശം അവിടെയാണ്, പ്രവാസ ലോകത്താണുള്ളത്. ഇന്ന് ഞങ്ങൾ ഓടിയ ഓട്ടം ഒരു സ്റ്റേഡിയത്തിലായിരുന്നെങ്കിൽ PT ഉഷ വരെ തോൽക്കുകയായിരുന്നു. അത്ര ഓടിപ്പിടിച്ചാണ് ഇവിടെ ഈ സമയത്തെത്തി. സത്യം പറഞ്ഞാൽ ഞാൻ ഏറെ വികാരഭരിതനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഈ 5 വർഷത്തിനടുത്ത് പെരിന്തൽമണ്ണയിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിന് പാറ്റന്റ് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ KMCCയുടെ നേതാക്കൾക്ക് മാത്രമുള്ളതാണ് അതെന്ന് അഭിമാനത്തോടെ പറയാം. എന്തിൻ്റെ പേരിലാണോ ഇന്ന് പെരിന്തൽമണ്ണ കേരളമാകെ ചർച്ച ചെയ്യപ്പെടുന്നത്, അതിനൊരു വിത്ത് മുളപ്പിച്ചത് KMCC ആണ്, അതിന് വളം നൽകിയത് KMCC ആണ്, അതിനെ പരിപാലിച്ചതും KMCC ആണ്. ഞാൻ ജയിച്ച ഉടനെ നമ്മളെ സിവിൽ സർവീസ് അക്കാഡമിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഗൾഫ് നാടുകളിൽ പോകുന്ന സന്ദർഭത്തിലൊക്കെ ഞങ്ങൾ കൂടിയിരിക്കും. ഇതുവരെ ഞാൻ ഗൾഫിലേക്ക് പോയ ഒരു പരിപാടി പോലും എനിക്ക് വ്യക്തിപരമായിട്ട് ഉള്ള ആവശ്യത്തിനാണെങ്കിൽ പോലും KMCCയുടെ കമ്മിറ്റിയെ അറിയിക്കാതെ ഞാൻ പോയിട്ടില്ല എന്നത് അഭിമാനത്തോടെ ഞാൻ പറയും. ഒരു ദിവസം പോയ യാത്രയിൽ പോലും KMCCയെ ഭാരവാഹികളെ എങ്കിലും പ്രവർത്തക സമിതിയെങ്കിലും ഇല്ലേ നാസർക്കാർ കാണാതെ ഞാൻ മടങ്ങിയിട്ടില്ല എന്നതും ഞാൻ അഭിമാനത്തോടെ ഓർക്കുകയാണ്. പക്ഷേ ഞങ്ങൾ അന്നുള്ള എല്ലാ കൂടിയിരിക്കലിലും ഞങ്ങൾ പറയുന്നൊരു വാക്കുണ്ടായിരുന്നു, നിങ്ങൾ അടുത്ത പ്രാവശ്യം മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരത്തെ വരണം. ഞങ്ങളെല്ലാവരും ഉണ്ടാവും ഇവിടെ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റെടുക്കും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ ഞങ്ങൾ പ്രവർത്തിക്കും. ഞങ്ങളുടെ വീട് കയറാനുണ്ടാകും. പക്ഷേ ഇന്ന് എത്തിച്ചേർന്ന എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, എത്താതിരുന്ന ആ പ്രിയപ്പെട്ടവരുടെ ഹൃദയവികാരമാണ് എന്നെ ഏറെ ഇമോഷണലാക്കുന്നത്. അവർക്ക് എത്രമാത്രം സങ്കടത്തോടെയാണ് വരാതെ അവിടെ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ അനുഭവിക്കുന്ന സങ്കടത്തെക്കുറിച്ച്, ഗൾഫ് രാജ്യങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വാഴ ഒടിയുന്ന പോലെ കേരളം ഒടിഞ്ഞു പോകും എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളുടെ എല്ലാം ഇവരുണ്ടാക്കിയതാണ്, ഇവരുടെ വിയർപ്പാണ്, ഇവരുടെ സമർപ്പണമാണ്. ഈ നാട്ടിൽ ഉയർന്നു നിൽക്കുന്ന സ്ഥാപനങ്ങളെല്ലാം നമ്മളുടെ KMCCക്കാരുടേതാണ്, അവരുടെ ത്യാഗത്തിൻ്റെതാണ്. സ്വന്തം വീട്ടിലേക്കും കുടുംബത്തിലേക്കും അവർ അയക്കാൻ വെച്ച പണത്തിൻ്റെ ഒരു ഭാഗം
മാറ്റിവെച്ചുണ്ടായതാണ് ഈ നാടെന്ന് നമുക്ക് ഹൃദയത്തിൽ തൊട്ട് പറയാൻ സാധിക്കും. Thank you very much. ഗ്ലോബൽ ഗെയിംസ് സുരക്ഷാം സ്വീകരിച്ചെത്തിയ മുഴുവൻ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ ഹൃദയപൂർവ്വം ചേർത്ത് വയ്ക്കുന്നതാണ്. ഞങ്ങളുടെ എളിയ ഒരു വാട്സപ്പ് സന്ദേശം മാത്രം, വാട്സപ്പ് സന്ദേശം കൊണ്ട് മാത്രം ഈ ഹാളിനെ ഇങ്ങനെ നിറഞ്ഞു കവിയുന്ന രൂപത്തിൽ ഇങ്ങോട്ടെത്തിയ പ്രിയപ്പെട്ടവരോട് നന്ദി കടപ്പാട് അറിയിക്കുന്നു. ഈ മഹത്തായ സംഗമത്തിന്